ഭീഷ്മരുടെ അനുമതിയോടുകൂടി പാണ്ഡു ദിഗ്വിജയത്തിനിറങ്ങി. ഓരോ രാജാവും, പ്രത്യേകിച്ച് അവരെ രാജാധിരാജന്മാരാണെങ്കിൽ അവരുടെ രാജാധിരാജത്വം അവരുടെ പൂർവികന്മാർ ഉറപ്പിച്ചു നിർത്തിയതുപോലെ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി ദിഗ്വിജയത്തിനിറങ്ങും. ഇവിടെ ഒരു ചോദ്യം വരാം, ഇതിൽ ഒരു സാമ്രാജ്യമോഹം അന്തർഭവിച്ചിട്ടില്ലേ എന്നതാണ് ഇതിൽ വരാവുന്നൊരു ചോദ്യം. കാരണം ഇതോടൊപ്പം, ഈ ദിഗ്വിജയത്തോടൊപ്പം ഒരു സാമ്രാജ്യം സ്ഥാപിക്കപ്പെടുകയാണ്. അപ്പോൾ സാമ്രാജ്യം സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന ആൾക്ക് സാമ്രാജ്യമോഹം, അയാൾക്കൊരു ഇമ്പീരിയലിസ്റ്റ് ടെൻഡൻസി ഉണ്ടായിരുന്നില്ലേ എന്ന ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഉണ്ടായിരുന്നില്ല. എന്താണ് കാരണം? ഇതൊക്കെ തനിക്ക് വേണ്ടി ചെയ്യുന്നു, സ്വാർത്ഥമായി ചെയ്യുന്നു എന്ന് വന്നാലാണ് എന്നുണ്ടാവുക ഈ സ്വാർത്ഥമോഹം ഉണ്ടാവുക. പല രാജാക്കന്മാരും പലതരത്തിലുള്ള സാംസ്കാരികമായ മനോഭാവത്തോടു കൂടിയവരാകയാൽ പ്രജാവാത്സല്യത്തിൻ്റെ കാര്യത്തിൽ ഒരുപോലെയുള്ള ഒരു ത്യാഗപരമായ പ്രവൃത്തി അവരിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യമില്ല. ഇത് എല്ലാവരെയും ഈ ത്യാഗത്തിൻ്റെ, ജനങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുക എന്ന് പറയുന്ന ധാർമ്മിക ബാധ്യതയുടെ നിലവാരത്തേക്ക് എത്തിക്കാനുള്ള ഒരു കർമ്മപരിപാടി എന്ന നിലയിലാണ് അന്നത്തെ ഈ സാമ്രാജ്യ വിസ്തൃതി വർദ്ധിപ്പിക്കലിനെ, അല്ലെങ്കിൽ ഒരു ഏകകേന്ദ്രിതമായ ഭരണകേന്ദ്രത്തിലേക്ക് മറ്റു രാജ്യങ്ങളുടെയെല്ലാം ധാർമ്മികമായ നടപടികളെ വലിച്ചു കേന്ദ്രീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പാണ്ഡുവിൻ്റെ പൂർവികന്മാരും മറ്റ് രഘുവംശത്തിലെ രാജാക്കന്മാരുമൊക്കെ ഇത്തരം ദിഗ്ജയങ്ങളും അശ്വമേധയാഗങ്ങളും ഒക്കെ നടത്തിയിരുന്നത്. അക്കാലത്തെ സാമ്രാജ്യത്വ മോഹം എന്ന് ആരോപിക്കപ്പെടുന്ന ഈ ദിഗ്വിജയത്തിൻ്റെ പിന്നിൽ ജനങ്ങളുടെ താല്പര്യവും രാജ്യത്തിൻ്റെ താല്പര്യവുമായിരുന്നു രാജാവിൻ്റെ താല്പര്യത്തിനേക്കാളേറെ. ആ പശ്ചാത്തലത്തിലാണെങ്കിൽ ആ വാദം വർത്തമാനകാലത്തെ സാമ്രാജ്യത്വ മോഹം പ്രകടിപ്പിക്കുന്ന രാഷ്ട്രങ്ങൾക്കും ബാധകമാണ്. അതും ന്യായീകരിക്കാവുന്നതാണ്. അല്ല, ന്യായീകരിക്കാവുന്നതല്ല. അമേരിക്കയുടെ സാമ്രാജ്യത്വ മോഹം, അമേരിക്കയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് അമേരിക്ക യുദ്ധത്തിന് പോകുന്നത് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത്. അമേരിക്കയിലെ നല്ലൊരു വിഭാഗം ജനങ്ങളുടെ അംഗീകാരവും പിന്തുണയും അതിനുണ്ട്. അതിൻ്റെ പിന്നിൽ കാപട്യമുണ്ട്. ആ വർത്തമാനത്തിൻ്റെ പിന്നിൽ ജനങ്ങളെ പേര് പറഞ്ഞ് ഭരണാധികാരികളുടെ മോഹങ്ങളെ സാക്ഷാത്കരിച്ചെടുക്കുക എന്ന് പറയുന്ന കാപട്യമാണ്, രാഷ്ട്രീയ കാപട്യമാണ്, അധാർമിക രാഷ്ട്രീയമാണ് അതിൻ്റെ പിന്നിൽ കളിയാടുന്നത്. അത് അനുഭവങ്ങളിൽ നമുക്ക് വ്യക്തമാണ്. പാണ്ഡു ഈ രാജ്യം ഉപേക്ഷിച്ച് പോകാൻ തയ്യാറായി ജനങ്ങളെ നിർബന്ധിച്ചിട്ടു. അങ്ങനെ പോവോ? ഇപ്പോഴത്തെ ഭരണാധികാരികൾ പോകില്ല. അവർ പിന്നെയും പിടിച്ചു നിൽക്കാനാണ്. ജനങ്ങൾക്ക് പ്രതിഷേധം വന്നാൽ അപ്പോൾ തന്നെ ഈ ഭരണചക്രം എറിഞ്ഞിട്ട് പോകാൻ അവർക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുന്നില്ലാത്തതുകൊണ്ട് അവർ ത്യാഗികളല്ല. രാമൻ അങ്ങനെ സാധിച്ച ആളാണ്. പാണ്ഡു ഇത് വിട്ടിട്ട് പോയ ആളാണ് കാട്ടിലേക്ക്, കാനനവാസത്തിന്. ചെറുപ്പത്തിൽ തന്നെ വാനപ്രസ്ഥത്തിന് പോയവനാണ്. ധൃതരാഷ്ട്രയെയും വിതുരനെയും ഏൽപ്പിച്ചിട്ട്, വിതുരൻ മന്ത്രി, ധൃതരാഷ്ട്രക്ക് രാജ്യം താൽക്കാലികമായി ഭരിക്കാൻ ഏർപ്പാട് ചെയ്തിട്ട് മന്ത്രിമാരെ ഏർപ്പെടുത്തിയിട്ട് അദ്ദേഹം രാജ്യം വലിച്ചെറിഞ്ഞ് കാട്ടിൽ പോയി. അങ്ങനെ പോകുമോ? ഒരു രാഷ്ട്രീയ നിരാസത്തിൻ്റെ കാനനവാസത്തിന് പോകാൻ തയ്യാറുള്ള ഏത് ഭരണാധികാരിയാണ് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥകളിലോ മറ്റു ഭരണ സമ്പ്രദായങ്ങളിലോ ഇന്ന് ലോകത്തിലുള്ളത്? അതുകൊണ്ടാണ് അവരുടെ സാമ്രാജ്യമോഹം വെറും അധികാര കേന്ദ്രീകരണത്തിനുള്ള മോഹമാണ്. അവരുടെ സാമ്രാജ്യത്തിൻ്റെ, അവരുടെ സ്വേച്ഛാധിപത്യത്തിൻ്റെ കുതിരയെ മറ്റു പല രൂപങ്ങളിലും, സാമ്പത്തിക സഹായങ്ങളുടെ രൂപങ്ങളിൽ ദരിദ്ര രാജ്യങ്ങളിലേക്ക് അവരുടെ സ്വാർത്ഥമോഹത്തിൻ്റെ, അശ്വമേധത്തിൻ്റെ അജയ്യമായ കുതിരയെ അഴിച്ചുവിടുന്ന അധാർമിക രാഷ്ട്രീയത്തിൻ്റെ ശുക്രാചാര്യന്മാരാണ് ഇന്നത്തെ ഭരണാധികാരികൾ. അത് ബുഷിനെ മാത്രമല്ല, നമുക്ക് സൽപ്രവർത്തികൾ നിറഞ്ഞിരിക്കുന്നതെന്ന് തോന്നുന്ന രാജാക്കന്മാർ, ഈ ഭരണാധികാരികളെയും നമുക്ക് ആ വകുപ്പിൽ തന്നെ പെടുത്താം.